ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിവാദങ്ങൾക്കിടെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയവും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും ചർച്ചയാകും. പശ്ചിമബംഗാളിൽ നില മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾക്കും യോഗം രൂപം നൽകും. റഹീസ് റഷീദ് തുടരുന്നുണ്ട്. റഹീസ് റഷീദ്, കേന്ദ്ര കമ്മിറ്റി യോഗമാണ് തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിക്കുന്നത്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രധാന ചർച്ചാ വിഷയമായ അജണ്ടയായി വരുമല്ലേ? ആര്യ, ഉറപ്പായും അങ്ങനെയായിരിക്കും. കേന്ദ്ര കമ്മിറ്റി യോഗം സാധാരണഗതിയിൽ ഡൽഹിയിലാണ് നടക്കുക. അവിടെ വലിയ തണുപ്പായതുകൊണ്ടാണ് കേരളത്തിലേക്ക് 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം മാറ്റിയത്. 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം പ്രഖ്യാപിക്കും. അതിനു മുന്നോടിയായുള്ള CC യോഗം എന്ന പ്രത്യേകതയുണ്ട്. കേരളം മാത്രമല്ല, CPIM-ന് വളക്കൂറുള്ള പശ്ചിമ ബംഗാളിലും ഈ ഘട്ടത്തിൽ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉള്ളത്. അതുകൊണ്ട് അത് സംബന്ധിച്ച ചർച്ചകളും തമിഴ്നാട്ടിലും CPIM പല സ്ഥലത്തും മത്സരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശാലമായ ഒരു ചർച്ചകൾ തന്നെയായിരിക്കും ഉണ്ടാവുക. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി പ്രത്യേകമായി ചർച്ച ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. സംഘടനാപരമായ മറ്റു പല വിഷയങ്ങൾക്കൊപ്പം ഇത്തരം കാര്യങ്ങൾ കൂടി ചർച്ചയാകും. ഇന്ന് തുടങ്ങുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന്, നാളെ, മറ്റന്നാൾ 3 ദിവസമായാണ് നടക്കുക. കേരളത്തിൽ ഭരണത്തിൽ തുടരാനുള്ള സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്തതിനു ശേഷം ഉണ്ടാവുക നിയമസഭയിൽ ആ തോൽവി മറികടന്ന് ഭരണത്തിലേക്ക് വരാനുള്ള നടപടിക്രമങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന കാര്യം വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയേണ്ടത് 2 ടേം വ്യവസ്ഥ മാറ്റാനുള്ള ഒരു ധാരണ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വെക്കുമോ എന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഉള്ള ആളുകൾക്ക് ഇളവ് വേണ്ടതുണ്ട്. അത് സംബന്ധിച്ച ചർച്ചകൾ ഇന്നത്തെ ഈ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകുമോ, അതല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പായി മറ്റൊരു CC കൂടി വിളിക്കാറുണ്ട് സാധാരണഗതിയിൽ, അതിലായിരിക്കുമോ ഉണ്ടാവുക എന്ന കാര്യത്തിൽ വ്യക്തമല്ല. അത് ചർച്ചയിൽ വരാനുള്ള ഒരു സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാനുമാകില്ല. ആര്യ, തീർച്ചയായും. ഓക്കെ, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.